പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മലയാളം പ്രസ്സിൽ ഫ്രീഡം സ്ട്രഗിളിന് കോൺട്രിബ്യൂട്ട് ചെയ്ത പ്രസ്സുകളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യം കേരള കൗമുദി എന്ന് പറയുന്ന ഒരു പത്രത്തെയും അതിനുശേഷം ചില കാറ്റഗറികളായിട്ട് സ്ഥാപനങ്ങളെ തിരിച്ചിട്ടാണ് പഠിക്കുന്നത്. ആദ്യത്തെ കാറ്റഗറി ഏർലി ലിറ്റററി പബ്ലിക്കേഷൻ ഇൻ മലയാളം, ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന പ്രസ്സല്ലാതെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ അല്ലാതെയുള്ള പ്രസിദ്ധീകരണങ്ങൾ. ദെൻ ഏർലി വുമൻസ് പബ്ലിക്കേഷൻ ഇൻ മലയാളം, വിമൻസിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് പഠിക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ് സെക്ഷൻ നമ്മൾ ചർച്ച ചെയ്യുന്നത് പബ്ലിക്കേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് റിലീജിയസ് ഗ്രൂപ്പ്സ്, പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും റിലീജിയസ് ഗ്രൂപ്പുകളുടെയും നേതൃത്വത്തിലുള്ള പത്രസ്ഥാപനങ്ങൾ ഏതൊക്കെയെന്നുള്ളതും കൂടിയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. സോ നമ്മൾ നേരെ പ്രസ്സിലേക്ക് കടക്കുന്നു. കേരള കൗമുദി. Noted writer and social thinker C.V. Kunyaraman launched Kerala Kaumudi as a periodical in 1911. It became a daily on November 1, 1940 under the editorship of Kunyaraman's son K. Sukumaran from Thiruvananthapuram. K. Kunyaraman എന്ന് പറയുന്ന വെൽ നോൺ റൈറ്റർ അല്ലെങ്കിൽ ഒരു പത്രസ്ഥാപനത്തെ നടത്തിക്കൊണ്ടു പോകാൻ കഴിവുള്ള വ്യക്തിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പറയുന്ന കേരള കൗമുദി സ്റ്റാർട്ട് ചെയ്യുന്നത്. 2011 എന്നാണ് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതെങ്കിൽ അത് തെറ്റാണെന്ന് ഓട്ടോമാറ്റിക്കലി അറിയാം. കാരണം 1911 തുടങ്ങിയ സ്ഥാപനം 40 ഡെയിലി ആയിട്ട് മാറുന്നു, അല്ലാതെ 2011 തുടങ്ങിയിട്ട് 40 ഡെയിലി ആവാൻ പറ്റില്ല. അപ്പോൾ തിരുവനന്തപുരത്തു നിന്നും ഒരു പത്രം തുടങ്ങുന്നു. ദ ന്യൂസ് പേപ്പർ prospered under his leadership and enjoyed the patronage of large readers. Kaumudi championed the cause of backward communities, especially the Eezhavas. Once again, Eezhavasinte upliftmentinu വേണ്ടിയിട്ടും ബാക്ക്വേർഡ് ക്ലാസ്സിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടുമാണ് കേരള കൗമുദി എന്ന പത്രം നിലവിൽ വരുന്നത്. ഇന്നും ഇറങ്ങുന്നുണ്ട്. Kaumudi was one of the most respected newspaper and it was the third largest circulated newspaper in Kerala. Unfortunately, the paper could not maintain the lead in the circulation. കുറച്ചു കാലം തുടങ്ങിയ സമയത്തൊക്കെ തേർഡ് പൊസിഷനിൽ നിന്നിരുന്ന പത്രം പതുക്കെ സർക്കുലേഷനിൽ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. However, Kerala Kaumudi Flash, an eveninger launched on November 1st, 2006, has became very popular. It is considered the largest circulated midday newspaper in Malayalam. Presently, Kerala Kaumudi has editions from Kochi, Kozhikode, Alappuzha, Kollam, Kottayam, Bangalore, Kannur, Thrissur, Pathanamthitta, apart from തിരുവനന്തപുരം കൂടാതെ ഇത്രയധികം സ്ഥലങ്ങളിൽ നിന്ന് ഇത്രയും എഡിഷനുകളാണ് കേരള കൗമുദി ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. It has a number of sister publications. Recently, Kerala Kaumudi launched as an entertainment television channel. Manmohan Singh, the then Prime Minister, inaugurated a year-long century celebration of the foundation of Kaumudi on February 12, 2011 in Thiruvananthapuram. 100 വർഷത്തെ അവരുടെ ചരിത്രത്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രോഗ്രാം നടത്തിയപ്പോൾ അതിൻ്റെ ഇനാഗുറേഷൻ നടത്തിയത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മൻമോഹൻ സിംഗ് ആണ്. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏർലി ലിറ്റററി പബ്ലിക്കേഷൻസ്, ലിറ്ററേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള വാർത്തകൾക്കപ്പുറത്തേക്കുള്ള പബ്ലിക്കേഷൻസ് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. പബ്ലിക്കേഷൻസ് ഓഫ് സ്റ്റോറീസ് ആൻഡ് സീരിയലൈസ്ഡ് നോവൽ, ബയോഗ്രഫിക് ആൻഡ് അതർ ലിറ്റററി വർക്ക്സ് were apart from parcel of the early newspaper and magazine in Malayalam, but exclusively magazines devoted entirely to literature began several years after the publication of the first newspaper in Malayalam. ഫസ്റ്റ് ന്യൂസ് പേപ്പർ മലയാളത്തിൽ വന്നതിനും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ലിറ്ററേച്ചറിന് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ നമുക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരള സമൂഹത്തിൽ പ്രചരിക്കാനായിട്ട് തുടങ്ങുന്നു. അതിൽ ആദ്യത്തേതാണ് വിദ്യാവിലാസിനി. അക്കോർഡിംഗ് ടു പുതുപ്പള്ളി രാഘവൻ,
a noted historian of Malayalam journalism, the first literary publication in Malayalam was Vidya Vilasini. It was published in 1881 from Thiruvananthapuram and printed at Keralodayam Press. It was a 24-page publication. The magazine did not have any write-up of the functioning of the government or the bureaucracy. അപ്പോൾ വളരെ ഹമ്പിളായിട്ട് തുടങ്ങിയൊരു പബ്ലിക്കേഷൻ 1881 മാത്രം കേരളത്തിൽ പബ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതും കേരളോദയത്തിൻ്റെ സെയിം പ്രസ്സിൽ തന്നെ വിദ്യാവിലാസിനി പബ്ലിക്കേഷൻ തുടങ്ങുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്നാണ് പബ്ലിക്കേഷൻ 1881 സ്റ്റാർട്ടിങ്. ഇവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 24 പേജുള്ള ഈ പബ്ലിക്കേഷൻ ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തികളെയോ ഗവൺമെൻറ്റിനെയോ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുള്ളതായിരുന്നില്ല. It was a dedicated literary publication, although the magazine enjoyed the active patronage of Travancore royal family and other well-wishers. It was closed down just before the completion of second anniversary. 2 വർഷമാകുമ്പോഴേക്കും സ്ഥാപനം പൂട്ടിപ്പോയി. ഈ പറയുന്ന എല്ലാ പ്രിവിലേജും കാര്യങ്ങളൊക്കെ രാജകുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ട് പോലും ആ പ്രസ്ഥാനത്തിന് നിലനിന്ന് പോകാനായിട്ട് കഴിഞ്ഞില്ല. സെക്കൻഡ് വൺ, വിദ്യാ വിനോദിനി. വിദ്യാ വിനോദിനി launched in 1899 under the leadership of C.P. Achyuta Menon was the second literary magazine in Malayalam. The readers in those days did not have enough opportunity to read many of the literary works. Hence, the publishers of the Vidya Vinodini wanted to provide readers with a variety of literary works. Its contents were far more richer than Vidya Vilasini. The former had book reviews and essays on variety subjects. Several leading writers of the time were associated with the magazine. The magazine was closed down after 12 years of publication. അപ്പോൾ 1899 CP അച്യുത മേനോൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കുന്നു. പ്യുവർലി ഫോർ ലിറ്ററേച്ചർ വർക്കുകൾക്ക് തന്നെയാണ്. ഒപ്പം ബുക്സ് റിവ്യൂസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. കാരണം ഒരുപാട് ആൾക്കാരൊന്നും അന്ന് പുസ്തകങ്ങൾ വായിച്ചിരുന്ന, ലിറ്റററി വർക്കുകൾ വായിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ മുൻപിലേക്ക് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി തുറന്നു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ കൂടുതലായിട്ട് ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലിറ്റററി വർക്ക്സിൻ്റെ വെറൈറ്റികൾ ഈ പുസ്തകത്തിലൂടെ പുറത്തു കൊണ്ടുവരികയും ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ബുക്ക് റിവ്യൂസ് ഉൾപ്പെടുത്തിയിരുന്നു. 12 വർഷം നീണ്ടുനിന്ന പ്രസിദ്ധീകരണത്തിന് ശേഷം ഈ പ്രസിദ്ധീകരണം നിർത്തലായി. ജനരഞ്ജിനി. This magazine was published from Nadapuram in 1890. K.C. Narayanan Nambyar was its editor. Its content include poem, articles and the other literary works. The magazine was published for 6 years and it ceased publication in 1896. 890 ആരംഭിക്കുന്നു, 896 അടച്ചുപൂട്ടുന്നു. 6 വർഷത്തെ പബ്ലിക്കേഷൻ. ലിറ്റററി വർക്ക്സ് ഉണ്ടായിരുന്നു, പോയംസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. K.C. നാരായണൻ നമ്പ്യാരാണ് എഡിറ്ററായിരുന്നു. കാവനോദയം. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 1896. നമ്മൾ നേരത്തെ പറഞ്ഞ ജനരഞ്ജനിയുടെ ക്ലോസിംഗ് ഇയർ തന്നെയാണ്. ഫ്രം നാദാപുരം, സെയിം തന്നെ, സെയിം പേഴ്സൺ തന്നെ, K.C. നാരായണൻ നമ്പ്യാർ ആൻഡ് കടത്തനാട്ട് കൃഷ്ണവാര്യർ were the editors of the magazine. Several unpublished works laying in palaces and libraries were collected and published in the magazine. It was also the forefront in publishing the works of several leading writers of the time. Magazine lasted for 16 years. 16 വർഷത്തെ സേവനം. കാവനോദയം എന്ന പേര് K.C. നാരായണൻ നമ്പ്യാരും കടത്തനാട്ട് കൃഷ്ണനയ്യരും കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന പ്രസിദ്ധീകരണം 1896 ഒരുപാട് ലൈബ്രറീസിൽ നിന്നും പാലസുകളിൽ നിന്നൊക്കെ കിട്ടുന്ന മുൻപേ പബ്ലിഷ് ചെയ്തിട്ടുള്ള കുറേ പ്രസിദ്ധീകരണങ്ങൾ അല്ലെങ്കിൽ പോയംസ് ആയാലും കഥകളായാലും അതൊക്കെ കളക്ട് ചെയ്ത് ഇവരൊരു
റീകളക്റ്റിംഗ് രീതിയിലൂടെ അല്ലെങ്കിൽ ഒരു റീക്രിയേഷൻ എന്ന രീതിയിലൂടെ ഇവരുടെ പ്രസിദ്ധീകരണത്തിലൂടെ കൊണ്ടുവന്നു. ഒരുപാട് കാലം നീണ്ടു നിന്നു. ഒപ്പം തന്നെ അന്നത്തെ കാലത്തെ പ്രശസ്തരായിട്ടുള്ളവരുടെ റൈറ്റപ്പുകൾ അല്ലെങ്കിൽ പോയംസ് ഒക്കെ പ്രസിദ്ധീകരിക്കാൻ ഇവർ വലിയ താല്പര്യം കാണിച്ചിരുന്നു. ഭാഷാപോഷിണി ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് മാഗസിൻ എന്ന് വിളിക്കാം. ഭാഷാപോഷിണി ഫ്രം ദ ഹൗസ് ഓഫ് മലയാള മനോരമ വാസ് പബ്ലിഷ്ഡ് 1898. 1888 അവർ സ്റ്റാർട്ട് ചെയ്യുന്നു മനോരമ. 98 ആകുമ്പോഴേക്കും അവരുടെ ഒരു മാഗസീൻ ഇറക്കാനായിട്ട് അവർക്ക് ധൈര്യം കിട്ടുന്നു. അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് കണ്ടത്തിൽ വർഗീസ് മാപ്പിളെ ദ മാഗസീൻ ഈസ് സ്റ്റിൽ പബ്ലിഷ്ഡ് ആൻഡ് ഇറ്റ് സ്റ്റാൻഡ് ടോൾ ആൻഡ് എമംഗ് ദി ലിറ്റററി പബ്ലിക്കേഷൻ. ഇതാണ് അതിൻ്റെ പ്രത്യേകത. മനോരമയുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങളുടെ ഒരു ക്വാളിറ്റിയാണത്. അവരെവിടെ നിന്ന് പബ്ലിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെപ്പോൾ തുടങ്ങുന്നു എന്നുള്ളത് ഒരു വിഷയമല്ല. അവർ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബാക്കിയുള്ളവർക്ക് 6 കൊല്ലം 8 കൊല്ലം 10 കൊല്ലം ആകുമ്പോഴേക്കും നിർത്തിപ്പോകുമ്പോൾ ഇവരുടെ പ്രസിദ്ധീകരണങ്ങൾ മാത്രം കണ്ടിന്യൂ ചെയ്യുന്നു. The magazine had focused on the prose rather than poetry right from its beginning. Bhashaposhini was rallying point for several leading writers of Malayalam. It has carved a coveted place among the literary magazines. Rasigaranjini, Mangalodayam, Kavana Kaumudi were some of the other important literary magazines of the 20th century. ആ ഒരു കാലഘട്ടത്തിൽ വന്ന കുറച്ച് മാഗസിൻസ് പറഞ്ഞിരിക്കുന്നു. പക്ഷെ അവർക്കൊന്നും ഒരു നോട്ടബിൾ കോൺട്രിബ്യൂഷൻ പറയാനില്ല. പക്ഷേ ഭാഷാപോഷിണി ഇന്നും തുടരുന്നു എന്ന് മാത്രമല്ല, ഒരുപാട് പോയിട്രിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് പ്രോസിനായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഗദ്യങ്ങൾ വായിക്കാനാണ്, അല്ലെങ്കിൽ അതിലൂടെ ഒരു രാഷ്ട്രീയ സാമൂഹിക മതപരമായിട്ടുള്ള പരിവർത്തനത്തിനുള്ള പരിശ്രമമാണ് ഭാഷാപോഷിണി നടത്തിയിരുന്നത്. ഇനി വുമൻസ് പബ്ലിക്കേഷൻ ഇൻ മലയാളം. വുമൻസിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് കൂടി പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള ചില പ്രസിദ്ധീകരണങ്ങൾ. Malayalam was far ahead of the other Indian languages in publication of newspaper and magazine. Malayalam newspaper and magazine lead in circulation and readership in India. Vanida, published from the house of Malayalam Manorama, is presently the largest circulated women's magazine in India. A brief history of the early women's magazine of Malayalam is briefly described below. വനിതയാണ് ലീഡിങ് ഇപ്പോഴും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു വനിതാ മാഗസിൻ അല്ലെങ്കിൽ വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വനിതകൾക്ക് താല്പര്യം, അതിനർത്ഥം വനിതകൾ മാത്രമേ വായിക്കുള്ളൂ, ആണുങ്ങൾ ഈ വനിത എന്ന മാഗസിൻ വായിക്കില്ല എന്നൊന്നുമില്ല. വായിക്കും, മാഗസിൻ എല്ലാവരും വായിക്കും, ജനറൽ കണ്ടൻസ് ഒരുപാടുണ്ടായിരിക്കും. പക്ഷേ വനിതകൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്, നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. വനിതയിലെ പരസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ വരുന്ന പരസ്യങ്ങൾ ഏതാണെന്ന് നോക്കുക. ഒന്നാമത്തെ പരസ്യങ്ങൾ ഇന്നോവേഴ്സിൻ്റെ ആയിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ള ഇന്നോവേഴ്സിൻ്റെ പരസ്യങ്ങളായിരിക്കും കൂടുതൽ. നിങ്ങൾ നോക്കിക്കോട്ടെ, ഞാൻ പറയണത് മാത്രം നോക്കണ്ട. രണ്ടാമത്തേത് മേക്കപ്പ് സാധനങ്ങളുടെ ആയിരിക്കും. ഐലൈനർ പോലത്തെ സാധനങ്ങളുടെ ഒരു നീണ്ട പരസ്യനിര അതിനകത്ത് കാണാം. മൂന്നാമത്തേത് ആഭരണ കച്ചവടക്കാരായിട്ടുള്ള ജ്വല്ലറികളുടെ പരസ്യങ്ങളായിരിക്കും പിന്നീട് കാണും. പിന്നെയുള്ളത് ബൊട്ടീക്കിൻ്റെ പരസ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ പുതിയ ഫാഷൻ മോഡൽ വസ്ത്രങ്ങൾ തയ്പ്പിച്ച് കൊടുക്കുകയോ ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്യുന്ന കമ്പനികളുടെ പരസ്യങ്ങളായിരിക്കും പിന്നെ ഉണ്ടാവുക. ഇനിയുള്ള ഒരു കാറ്റഗറിക്ക് സാധ്യതയുണ്ടെങ്കിൽ ഒരു കാറ്റഗറി ഉള്ളത് കറി പൗഡർ, മസാലകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളുടെ പരസ്യങ്ങളായിരിക്കും. വനിത, ഗൃഹലക്ഷ്മി, മഹിളാരത്നം തുടങ്ങിയിട്ടുള്ള മാഗസിനുകളുടെയൊക്കെ പ്രൈം അഡ്വർടൈസിങ് ടീമുകൾ ഇവർ ഇപ്പം ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ളവരായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. അപ്പം അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പുരുഷന്മാർ വായിക്കില്ല എന്നില്ല. ഇപ്പം ഞാനിടയ്ക്ക് വനിത കിട്ടിയാൽ വായിക്കാറുണ്ട്. കാരണം അതിനകത്ത് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക രംഗങ്ങളിൽ ഉന്നമനം കൈവരിച്ച സ്ത്രീകളെക്കുറിച്ചുമുണ്ട്, പുരുഷന്മാരെ കുറിച്ചുമുണ്ട്. പക്ഷേ ഒരു ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുക വനിതകൾക്കുള്ള മാഗസിൻ എന്നാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ പേരും വനിത എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി നേരത്തെയുള്ള ചില വനിതാ പബ്ലിക്കേഷൻസ് നമുക്കൊന്ന് നോക്കാം. കേരളീയ സുഗുണബോധിനി, an exclusive women's magazine, was first printed as early as
1892 from Thiruvananthapuram. As per the objectives of the publishers, the magazine was intended to be a platform for the information and entertainment needs of women. വിമൻസിന് വേണ്ട എൻ്റർടൈൻമെൻറ്റ്, എന്താ പറയുക, രസകരമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള കണ്ടൻറ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതുപോലെ തന്നെ അവർക്ക് ഇൻഫർമേഷനും അതിൻ്റെ കൂടെ കിട്ടണം. വിനോദം മാത്രം പോരാ, എൻ്റർടൈൻമെൻറ്റ് മാത്രം പോരാ, ഇൻഫർമേഷൻ, വിനോദത്തിനോടൊപ്പം വിജ്ഞാനവും കൊടുക്കാനായിട്ട് പറ്റുന്ന, അതും സ്ത്രീകളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മാഗസീനാണ് 1892 പ്രവർത്തനം ആരംഭിക്കുന്നത്. ശാരദ was the second women's magazine as per പുതുപ്പള്ളി രാഘവൻസ് കേരള പത്രപ്രവർത്തന ചരിത്രം. It was founded in 1904 from തൃപ്പൂണിത്തുറ, കൊച്ചി, അണ്ടർ ദി പ്രൊപ്പറേറ്റർഷിപ്പ് ഓഫ് കെ നാരായണ മേനോൻ. ഇത് പുതുപ്പള്ളി രാഘവൻ്റെ കണക്ക് പ്രകാരമാണ്. 100% കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഹിസ്റ്റോറിയൻസിനെ സംബന്ധിച്ച് പല ഡേറ്റുകളിലും പല ആളുകളുടെ കണ്ടെത്തലുകളിലും പല രാജാക്കന്മാരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ ക്ലാരിറ്റി കുറവുണ്ടാവും. ഈ ക്ലാരിറ്റി കുറവ് വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനം നടത്താതെ ചെയ്തതുകൊണ്ടല്ല. പ്രധാന പ്രശ്നം ഇത് പലരും പല രീതിയിലൂടെ പഠനം നടത്തുമ്പോൾ പല അഭിപ്രായങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അതിനൊന്ന് ക്രോഡീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചെറിയ വ്യതിയാനങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നു എന്ന് വരാം. ദ മാഗസിൻ വാസ് ക്ലോസ് ഡൗൺ ആഫ്റ്റർ 2 years. വെറും 2 വർഷം, അധികമൊന്നും നിലനിൽക്കാൻ പറ്റുന്നില്ല ഒന്നിനും. ലേറ്റർ ഇറ്റ് റെസ്യൂംഡ് പബ്ലിക്കേഷൻ ഫ്രം തിരുവനന്തപുരം അണ്ടർ ദി എഡിറ്റർഷിപ്പ് ഓഫ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ 1906 പബ്ലിഷിംഗ് നിർത്തിയ സ്ഥാപനം പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അതിൻ്റെ പബ്ലിക്കേഷൻ ആരംഭിച്ചു. പക്ഷെ പിന്നീടും ഒരുപാട് കാലം അതിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയില്ല. ഭാഷാ ശാരദ ഫ്രം പുനലൂർ അണ്ടർ ദി എഡിറ്റർഷിപ്പ് ഓഫ് അഞ്ചൽ ആർ വേലുപ്പിള്ളൈ was launched in 1915. Although the most of the writers of magazine were women, it was mostly literary magazine than women's magazine. ലിറ്റററി മാഗസിൻ എന്നാണ് ഇതിനെ വിളിക്കേണ്ടത് ശരിക്കും ഭാഷാ ശാരദയെ. പക്ഷേ എന്തുകൊണ്ട് ഏർലി വുമൻസ് മാഗസീൻസ് എന്നുള്ള കൂട്ടത്തിൽ ഇതിനെ പെടുത്തിയെന്ന് ചോദിച്ചാൽ ഇതിലേക്ക് വേണ്ടി റൈറ്റപ്സ് എഴുതിയിരുന്നവരിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളായിരുന്നു. അപ്പോൾ സ്ത്രീകളുടെ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ അവരെ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ആർ വേലുപ്പിള്ള നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഇവരെ കൊണ്ട് എഴുതിച്ച് ഇവർക്ക് വേണ്ടിയിട്ടൊരു മാഗസിൻ ആരംഭിക്കുക എന്നുള്ളത്. മഹിളാ രത്നം സ്റ്റാർട്ടഡ് ഇൻ 1916 ഫ്രം തിരുവനന്തപുരം വാസ് അനദർ വുമൻസ് മാഗസിൻ ഇൻ മലയാളം. ഇറ്റ്സ് കോൺട്രിബ്യൂട്ടേഴ്സ് ഇൻക്ലൂഡഡ് കുമാരനാശാൻ ആൻഡ് ഉള്ളൂർ. ഉള്ളൂരിൻ്റെയും കുമാരനാശാൻ്റെയും നേതൃത്വത്തിൽ 1916 മറ്റൊരു വുമൻസ് മാഗസിൻ മഹിളാ രത്നം എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കുന്നു, അവരുടെ പ്രവർത്തനം കൊണ്ടുപോകുന്നു. നെക്സ്റ്റ് വൺ മഹിള, പബ്ലിഷ്ഡ് ബൈ ബി ഭാഗീരഥി അമ്മ ഫ്രം 1921, lasted for more than 20 years as per records of the കേരള പത്രപ്രവർത്തന ചരിത്രം. അപ്പോൾ നേരത്തെ പറഞ്ഞ ബുക്കിൻ്റെ കണക്കെടുത്താൽ, പുതുപ്പള്ളി രാഘവൻ്റെ കണക്കെടുത്താൽ 20 വർഷം നീണ്ടുനിന്ന 1921 സ്ഥാപിച്ച പ്രസിദ്ധീകരണമാണ് മഹിള. സുമംഗള, വനിതാമിത്രം, ശ്രീ സഹോദരി, മുസ്ലിം വനിത, വനിതാ കുസുമം and others were the women's magazine in Malayalam published and later closed down for the one reason or other. ഏതെങ്കിലും ഒരു കാരണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങൾ കൊണ്ടോ തുടങ്ങുകയും തുടങ്ങിയതിൻ്റെ പിന്നാലെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ള ഒരുപാട് വുമൻസ് പബ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഓഫ് ദിസ് വനിതാ കുസുമം started from Kottayam in 1927 was the first magazine that actively advocated freedom and rights of women. It had more than 2,000 subscribers, a substantial figure in those days.
ഇതിൽ തന്നെ വനിതാ കുസുമം എന്ന് പറയുന്ന വളരെ മികച്ചൊരു മാഗസിൻ 1927 കോട്ടയത്ത് നിന്ന് പബ്ലിക്കേഷൻ ആരംഭിച്ചു. ആ പബ്ലിക്കേഷന് വളരെ മികച്ചൊരു റീഡർഷിപ്പ്, അന്നത്തെ കാലത്ത് 2000 സബ്സ്ക്രൈബേഴ്സ് ഒരു പത്രത്തിന് അല്ലെങ്കിൽ ഒരു മാഗസിൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ മാഗസിൻ്റെ വളർച്ച അത്രയും വലുതാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ വനിതാ കുസുമം, മഹിള, ഭാഷാ ശാരദ, മഹിളാരത്നം, ശാരദ, കേരളീയ സുഗുണ ഭവോദിനി തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകളുടെ മൊത്തം ഉന്നമനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പല പ്രസിദ്ധീകരണങ്ങളും നമ്മുടെ നാട്ടിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ലിറ്റററി പബ്ലിക്കേഷൻസ് ആയിട്ട് തുടങ്ങിയതാണ് വിദ്യാവിലാസിനി, വിദ്യാവിനോദിനി, ജനരഞ്ജിനി, കാവനോദയം, ഭാഷാപോഷണി. ഇതിൽ ഭാഷാപോഷണി ഇന്നും അതിൻ്റെ പബ്ലിക്കേഷൻ തുടരുന്നു എന്നുള്ളത് വലിയൊരു നേട്ടമായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് റിലീജിയസ് ആയിട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ നേതൃത്വത്തിലോ. എപ്പോഴും പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് അവരുടെ ഐഡിയോളജിയും അവരുടെ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മാധ്യമങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പോൾ കൈരളി പോലെയുള്ള ചാനലുകൾ ഉണ്ടാകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കൈരളി ചാനൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മാർക്സിസ്റ്റിൻ്റെ മാതൃസ്ഥാപനമാണ്. അവരുടെയാണ് ആ സ്ഥാപനം പൂർണ്ണമായിട്ട്. അപ്പോൾ അവരുടെ ഐഡിയോളജി പൂർണ്ണമായിട്ടും അതിലൂടെ വർക്കൗട്ട് ചെയ്യാൻ നോക്കും ജനങ്ങൾക്കിടയിലേക്ക്. അതുപോലെ പത്രങ്ങളെ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ പല പൊളിറ്റിക്കൽ പാർട്ടീസും ചില മതങ്ങൾ പോലും അവരുടെ പണ്ട് കാലത്തുണ്ടായിരുന്നു. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്നവർക്ക് പത്രങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങളിലൂടെ അല്ലാതെ ജനങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ പ്രസിദ്ധീകരണങ്ങൾ ഇറക്കിയത്. പുതിയതായിട്ടൊരു വിശ്വാസമാണ് അവർ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ മതമായതിനു ശേഷം ഇവിടെ ആൾക്കാർ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടായതിനു ശേഷം അതിൻ്റെ ഒരു എക്സ്പാൻഷനും എക്സ്റ്റൻഷനും വേണ്ടിയിട്ട് ചില മതഗ്രന്ഥങ്ങൾ ഇറക്കിയിരുന്നവരും ഉണ്ട്. അത്തരം ചില മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില പബ്ലിക്കേഷൻസിനെയും ചില പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പബ്ലിക്കേഷൻസിനെയുമാണ് നമ്മൾ ഇനി പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഏകദേശം 9 പ്രസിദ്ധീകരണങ്ങളാണ് മതങ്ങളും പാർട്ടികളും കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. സോ നമുക്ക് ആദ്യത്തേലേക്ക് പോവാം. പബ്ലിക്കേഷൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് റിലീജിയസ് ഗ്രൂപ്പ്സ്. ദേശാഭിമാനി സ്റ്റാർട്ടിംഗ് അറ്റ് കോഴിക്കോട് in 1942 as a weekly and graduating to a daily in 1946. Deshabhimani has been steadily growing in popularity. The second edition was added in 1968 at Kochi, followed by the third in 1989 at Thiruvananthapuram, the fourth in 1994 at Kannur, and the fifth at Kottayam in 1997. Deshabhimani was included in the Indian Readership Survey 2010 and it was rated as the third largest read daily in Kerala. Deshabhimani has a circulation of 6,25,798 copies according to the Audit Bureau Circulation Report of January to June 2014. അപ്പോൾ ദേശാഭിമാനി എന്ന് പറയുന്ന പ്രസിദ്ധീകരണം 1942 ഒരു വീക്കിലി ആയിട്ട് തുടങ്ങുന്നു. 46 പതുക്കെ അത് വളർന്ന് ഒരു ഡെയിലി ആയിട്ട് മാറുന്നു. പിന്നീട് തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, കോട്ടയം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് എഡിഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആദ്യത്തെ എഡിഷൻ കോഴിക്കോട് നിന്ന് ആരംഭിക്കുന്നു. പിന്നീട് തൃശ്ശൂർ അവർക്ക് എഡിഷൻ ഉണ്ടാകുന്നു. ഇപ്പോഴും ദേശാഭിമാനിക്ക് തൃശ്ശൂർ എഡിഷനുണ്ട്. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. പുഴക്കേപ്പാടത്ത് ദേശാഭിമാനിയുടെ ഒരു ഓഫീസ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ദേശാഭിമാനി വാസ് സ്റ്റാർട്ടഡ് ആസ് എ വീക്ക്ലി ന്യൂസ് പേപ്പർ ഫ്രം കോഴിക്കോട് ആൻഡ് ഇറ്റ് ബിക്കെയിം എ ഡെയിലി ഇൻ 1946. പറഞ്ഞ തന്നെയാണ്. MS ദേവദാസ് was its founder editor. Deshabhimani was banned by the Madras government in 1948 and it could reappear only in 1951. After the split in the Communist Party in 1964, Deshabhimani came under the control of Communist Party of India, Marxist. From then on it is known as CPIM's ഒഫീഷ്യൽ ന്യൂസ് പേപ്പർ.
അത് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. 1964 ദേശീയ ഇടതുപക്ഷ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. മാർക്സിസ്റ്റ് ചിന്താഗതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന CPIMഉം ദെൻ മറ്റേ പോർഷൻ CPIയുമായിട്ട് നിലനിന്നു. പക്ഷേ സ്പ്ലിറ്റ് ചെയ്ത് വന്ന ഈ CPIM, അതിനെ ചുരുക്കി CPM എന്ന് വിളിക്കാറുണ്ട്. ഈ CPM പിന്നീട് വളരെ വേഗത്തിൽ വലുതാവുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമായിട്ട് മാറുന്ന രീതിയിലേക്ക് CPM വളരുകയും ചെയ്തു. അത് ചരിത്രം, അത് വേറെ വിഷയം. പക്ഷേ ഇവിടെ ഉണ്ടായ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേശാഭിമാനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്താൻ വേണ്ടി തുടങ്ങിയതാണെങ്കിലും CPIയും CPMഉം സ്പ്ലിറ്റായപ്പോൾ CPMൻ്റെ കൂടെ നിൽക്കാനാണ് പത്രം തയ്യാറായത്. ചന്ദ്രിക വാസ് സ്റ്റാർട്ടഡ് ആസ് എ വീക്ക്ലി from Talasheri on March 26, 1934. It was started as the mouthpiece of the Muslim League and it continues to be the official newspaper of Indian Union Muslim League IUML. In 1939, Chandrika became a daily newspaper and later the place of publication was shifted to Calicut. From February 1946, it introduced offset printing in 1990 and started a second edition from Kochi in 1992. Presently, it is published from Kozhikode, Kochi, Kannur and Mumbai. Chandrika means Chandrakala, moon എന്നുള്ള അർത്ഥം. മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗിന് വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമാണ് ചന്ദ്രിക. അത് പിന്നീട് ആദ്യം തലശ്ശേരിയിൽ നിന്നായിരുന്നു, കണ്ണൂരിൽ നിന്നായിരുന്നു. പിന്നീട് അത് കോഴിക്കോട്ടേക്ക് അതിൻ്റെ എഡിഷൻ ഷിഫ്റ്റ് ചെയ്യുകയും 1992 കൊച്ചിയിൽ നിന്ന് അതിൻ്റെ രണ്ടാമത്തെ ഒരു എഡിഷൻ, അപ്പോൾ ആദ്യത്തെ തലശ്ശേരിയിലെ എഡിഷൻ അവസാനിപ്പിച്ചിട്ടാണ് അവർ കോഴിക്കോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു എഡിഷൻ പുതിയത് തുടങ്ങല്ല. അപ്പോൾ പിന്നെ കോഴിക്കോടും കൊച്ചിയിലും ഇപ്പോൾ അവർക്ക് കണ്ണൂരും മുംബൈയിലും അവരുടെ എഡിഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചന്ദ്രികയെക്കുറിച്ച് പറയാനുള്ളത്. മുസ്ലിം ലീഗിൻ്റെ അടിസ്ഥാന തത്വങ്ങളും മുസ്ലിം ലീഗിലേക്ക് ആൾക്കാരെ കൂട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പ്രസിദ്ധീകരണം നടപ്പിലാക്കിയത്. മാധ്യമം കേരളത്തിലെ ഒരു വൺ ഓഫ് ദി ലാർജസ്റ്റ് സർക്കുലേറ്റഡ് ന്യൂസ് പേപ്പർ എന്ന് തന്നെ വിളിക്കാം. ഒരു പർട്ടിക്കുലർ മതവിഭാഗത്തിൻ്റെ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. എന്നിരുന്നാലും ഒരു രാഷ്ട്രീയ സാമൂഹിക വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള പത്രമാണ്. മാധ്യമം ഈസ് എ കോഴിക്കോട് ബേസ്ഡ് ഡെയിലി ന്യൂസ് പേപ്പർ പ്രൊമോട്ടഡ് ബൈ ദ ഐഡിയൽ പബ്ലിക്കേഷൻ ട്രസ്റ്റ്. ദ മോസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി ട്രസ്റ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് ദി കേരള യൂണിറ്റ് ഓഫ് ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമെന്ന് പിന്നീട് വിളിക്കപ്പെട്ടതാണ് മാധ്യമം. ജമാഅത്ത് ഇസ്ലാമി നിങ്ങൾക്കറിയാം മുസ്ലിം ഓർഗനൈസേഷനാണ്. അതിൻ്റെ മെമ്പേഴ്സൊക്കെ തന്നെ ഈ പറയുന്ന പബ്ലിക്കേഷൻ ട്രസ്റ്റിലുണ്ടായിരുന്നതുകൊണ്ട്, ഐഡിയൽ പബ്ലിക്കേഷൻ ട്രസ്റ്റിലുണ്ടായിരുന്നതുകൊണ്ട് ആ പത്രം പതിയെ ആ ഒരു ചായ്വിലേക്ക് മാറിപ്പോയി. The inauguration of the newspaper's office and its publication was held on June 1st, 1987. Noted journalist Kuldeep Nair was the chief guest on the occasion. P.K. Balakrishnan was the founder editor. In a short time, this newspaper was accepted by the readers and its circulation increased significantly. ആണ് ഞാൻ പറഞ്ഞത്, മലയാളത്തിലെ നല്ല സർക്കുലേഷനുള്ള പത്രങ്ങളിൽ ഒരെണ്ണമായിട്ട് തന്നെ കൂട്ടാം. ഒപ്പം തന്നെ കേരളത്തിൽ ഇതിൻ്റെ റീഡേഴ്സ് ഉള്ളതിനേക്കാൾ കൂടുതൽ അബ്രോഡ് ഇതിന് റീഡേഴ്സ് ഉണ്ട് എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് UAE പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ, ഗൾഫ് കൺട്രീസിലൊക്കെ മാധ്യമത്തിൻ്റെ മലയാളം എഡിഷന് ഭയങ്കര പ്രാധാന്യം കിട്ടുന്നുണ്ട്. P.K. ബാലകൃഷ്ണനാണ് ഫൗണ്ടർ എഡിറ്റർ. 1987 അന്ന് നമ്മളുടെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള കുൽദീപ് നായർ ഇതിൻ്റെ ഇനാഗുറേഷൻ സെഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. മാധ്യമം ലോഞ്ച്ഡ് എ സെക്കൻഡ് എഡിഷൻ ഫ്രം കൊച്ചി ഇൻ May 1993. പ്രസൻ്റ്ലി മാധ്യമം ഈസ് പബ്ലിഷ്ഡ് ഫ്രം കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ, മലപ്പുറം, മാംഗ്ലൂർ ആൻഡ് ബാംഗ്ലൂർ. O. അബ്ദുറഹ്മാൻ ഈസ് ഇറ്റ്സ് എഡിറ്റർ. അത് ഇപ്പോഴത്തെ പ്രസൻറ്റ് എഡിറ്ററുടെ പേരാണ് O. അബ്ദുറഹ്മാൻ. Although Madhyamam has a brief history, it has become a respected and reputed newspaper in Malayalam. Besides exposing numerous misdeeds of the authorities, it has also carried out
many daring investigative stories. Madhyamam's Girls edition is one of the largest circulated Malayalam newspaper in the Middle East. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, UAE പോലെയുള്ള സ്റ്റേറ്റുകളിൽ, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ ഒക്കത്തിലും തന്നെ മലയാളികൾ ഏറ്റവും കൂടുതൽ വായിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് മാധ്യമം പത്രമാണ്. ഒരുപക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലുള്ളത് കൊണ്ടും മുസ്ലിം ചായ്വ് പത്രത്തിനുള്ളത് കൊണ്ടും ആയിരിക്കാം. എന്നിരുന്നാലും മാധ്യമത്തിന് നല്ലൊരു സർക്കുലേഷൻ മിഡിൽ ഈസ്റ്റ് ഏരിയയിൽ കിട്ടുന്നുണ്ട്. മാധ്യമം വീക്ക്ലി ഓൾസോ കമാൻഡ്സ് എ ലാർജ് റീഡർഷിപ്പ്. മാധ്യമം അവരുടേതായിട്ടുള്ളൊരു വീക്കിലി കൂടി ഇറക്കുന്നുണ്ട്. അതിനും നല്ല രീതിയിലുള്ള പ്രേക്ഷക സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അടുത്ത പ്രസിദ്ധീകരണമാണ് വീക്ഷണം. വീക്ഷണം പബ്ലിഷ്ഡ് ബൈ KPCC is the official newspaper of the Indian National Congress in Kerala. The paper was launched from Kochi in 1976 by the Prime Minister Indira Gandhi. The paper was closed down later due to financial difficulties. Veekshanam was revived in 2005 with multiple editions from Kerala. വീക്ഷണം എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖപത്രം എന്ന് വിളിക്കാവുന്ന പത്രമാണ്. അവരുടെ എന്താ പറയുക, രാഷ്ട്രീയ ചിന്താഗതികളെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനായിട്ട് അവർ ശ്രമിക്കുന്ന ഒരു പത്രമാണ്. പ്രത്യേകിച്ച് KPCC അതിൻ്റെ ഒഫീഷ്യൽ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതിൻ്റെ ഒഫീഷ്യൽ ബുക്ക്ലെറ്റായിട്ട് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ലീഡിംഗ് ന്യൂസ് പേപ്പറിൽ അവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് കോൺഗ്രസ് ചായ്വാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 1976 അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇനാഗുറേഷൻ നടത്തിയത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് മൂലം ഈ പ്രസിദ്ധീകരണം നിർത്തലാക്കേണ്ടി വന്നു. എന്നിരുന്നാലും 2005 അത് വീണ്ടും പുനർജനിച്ചു. വളരെ ശക്തമായിട്ട് കേരളത്തിൽ ഒരുപാട് എഡിഷനുകളോട് കൂടി അത് തിരിച്ചു വന്നു. ഇന്ന് നല്ല രീതിയിൽ ഒരു ആവറേജ് സർക്കുലേഷനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ജന്മഭൂമി നമുക്കെല്ലാവർക്കും അറിയാം, BJPയുടെ ആസ്ഥാന പത്രമാണ്. ഇറ്റ് ഈസ് ദ ഒഫീഷ്യൽ ന്യൂസ് പേപ്പർ ഓഫ് BJP കേരള യൂണിറ്റ്. ഇറ്റ് ബിഗാൻ ഫ്രം എറണാകുളം on November 14, 1977 under the editorship of Professor MP Manmadan and published by Madhurga Prajarnalayam. Janmabhoomi was earlier a magazine run by Nawab Rajendran from Thrissur. It was brought by Madhurga Prajarnalayam, PVK Nedungadi, VM Korath and P. Narayanan were the former chief editors of this paper. It is also published from 8 cities. ആദ്യ കാലഘട്ടത്തിൽ 1977 പ്രൊഫസർ MP മന്മഥൻ്റെ നേതൃത്വത്തിൽ BJPയുടെ കേരള ഘടകത്തിൻ്റെ ഒഫീഷ്യൽ ന്യൂസ് പേപ്പറായിട്ട് പുറത്തു വന്നതാണ് ജന്മഭൂമി. ഇന്നും പ്രസിദ്ധീകരണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ നേരത്തെ പറഞ്ഞ വീക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ തരക്കേടില്ലാത്തൊരു സർക്കുലേഷനോട് കൂടി, കാരണം കേരളത്തിലെ BJPക്കാർ നിർബന്ധമായിട്ടും ജന്മഭൂമി വായിക്കണമെന്നുള്ളൊരു താല്പര്യം അവർ മുന്നോട്ട് വയ്ക്കുന്നത് കൊണ്ട് വലിയ തരക്കേടില്ലാത്തൊരു സർക്കുലേഷനോട് കൂടി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ 8ഓളം സിറ്റികളിൽ നിന്ന് ജന്മഭൂമി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. തേജസ് was launched from Calicut in February 2006. Later it started another edition from Trivandrum, followed by a third edition from Cochin. It also had editions in the Gulf. Due to financial difficulties, the paper stopped printing in 2018. Intermedia Publishing Limited, the publishers of Tejas, was closely associated with NDF, presently Popular Front of India. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രസിദ്ധീകരണമായിട്ടാണ് തേജസ്സിനെ കണക്കാക്കപ്പെടുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ പ്രസിദ്ധീകരണം നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസാണ്. ഒരു പത്രം നടത്തിക്കൊണ്ടുപോകാൻ മാത്രമോ അല്ലെങ്കിൽ ആ പത്രത്തിൽ നിന്നൊരു നല്ല സർക്കുലേഷനും അതിനൊത്തൊരു പരസ്യ വരുമാനവും കിട്ടാത്തത് കൊണ്ട് ഈ പ്രസിദ്ധീകരണം വളരെ പെട്ടെന്ന് തന്നെ നിർത്തേണ്ടി വന്നു. നമ്മൾ നേരത്തെ CPMൻ്റെ പത്രമായിട്ട് ദേശാഭിമാനി പറഞ്ഞു. അതുകൊണ്ട് തന്നെ CPIക്ക് ഒരു പത്രം വേണം. കാരണം CPIയും CPMും ഒരുമിച്ചായിരുന്ന കാലത്ത് തുടങ്ങിയ ദേശാഭിമാനി സ്പ്ലിറ്റായപ്പോൾ CPMൻ്റെ കൂടെ നിന്നു. അതുകൊണ്ട് CPIക്ക് ഒരു മുഖപത്രം വേണം. Janayugam is the official mouthpiece of Communist Party of India. It was first launched from Kollam in 1947 under the editorship of N. Gopinathan Nair.
Later it was closed down due to financial difficulties. This newspaper was relaunched in May 31st, 2007. 2007 ജനയുഗം വീണ്ടും പബ്ലിക്കേഷൻ ആരംഭിച്ചു. ആദ്യം തുടങ്ങി 47, പിന്നീട് നേരത്തെ പറഞ്ഞ സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെ. കാരണം CPM-നുള്ള അത്ര ആൾക്കാർ CPI-യിലില്ലാത്തത് കൊണ്ട് ഒരു വലിയ റീഡർഷിപ്പോ വലിയൊരു സർക്കുലേഷൻ കണക്കോ ഇവർക്ക് ഇല്ലാത്തത് കൊണ്ട് പരസ്യ വരുമാനം വളരെ കുറവായിരുന്നു. Siraj is a daily newspaper founded in 1984. It is brought out by Tawfiq Publication from Calicut, Kannur, Bangalore, Dubai, Oman and Qatar. This newspaper promoted by AP Sunni faction. സിയാസും സുന്നീസും രണ്ട് മുസ്ലിം വിഭാഗങ്ങളാണ്. അതിൽ AP സുന്നി വിഭാഗത്തിൻ്റെ മുഖപത്രം എന്ന് വിളിക്കാൻ പറ്റില്ല, പക്ഷേ അവരുടെ പ്രൊമോഷന് വേണ്ടി ആ വിഭാഗത്തിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സിറാജ് ദിനപത്രം 1984 ഫൗണ്ട് ചെയ്യപ്പെടുന്നു. ആദ്യത്തെ പബ്ലിക്കേഷൻ കാലിക്കറ്റിൽ നിന്ന് പിന്നീട് പല എഡിഷനുകളായിട്ടത് വളർന്നു വന്നു. സുപ്രഭാതം. ദിസ് ന്യൂസ് പേപ്പർ ഈസ് പബ്ലിഷ്ഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് സമസ്ത കേരള ജാമിയത്തുൽ ഉലാമ, എ പ്രൊമിനൻറ്റ് EK സുന്നി മുസ്ലിം ഓർഗനൈസേഷൻ. AP സുന്നിയും EP സുന്നിയും EK സുന്നിയും. അപ്പോൾ സുന്നി വിഭാഗത്തിന് തന്നെ രണ്ട് ഘടകങ്ങളാണ്. ഇറ്റ് ഹാസ് എഡിഷൻ ഫ്രം കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, തൃശ്ശൂർ, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്. സുപ്രഭാതം ഹാസ് ഫൗണ്ടഡ് ഇൻ 2014. സജീവൻ ഈസ് ഇറ്റ്സ് ചീഫ് എഡിറ്റർ ആസ് ഓഫ് 2019. ഒരു സുന്നി വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള മുസ്ലിം ഓർഗനൈസേഷൻ്റെ പത്രമായിട്ടും സജീവൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്നതിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടി നമ്മളുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ചാപ്റ്റർ നമ്പർ 9 ആണ്, ലെജൻഡ്സ് ഓഫ് ജേർണലിസം. ഇന്ത്യൻ കേരള ജേർണലിസ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജേർണലിസത്തിൻ്റെ ചരിത്രത്തിൽ വളരെ വലിയ കോൺട്രിബ്യൂഷൻ നൽകിയ ചില പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് റിവ്യൂ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് 1-2 വാചകം. 15 വേർഡ്സിൽ കവിയാതെ, രാജ്യസമാചാരം, ജ്ഞാനനിക്ഷേപം, പശ്ചിമോദയം, ദീപിക, 4 പത്രങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുള്ളൂ. റോൾ ഓഫ് അൽ അമീൻ ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചിലപ്പോൾ എല്ലാ പത്രങ്ങളെയും കൂട്ടിച്ചേർത്ത് മലയാളം പ്രസ് കോൺട്രിബ്യൂഷൻ ഡ്യൂറിങ് ദ ഫ്രീഡം സ്ട്രഗിൾ ചോദിക്കാം. ചിലപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ അൽ അമീൻ ചോദിച്ച പോലെ നാളെ ചിലപ്പോൾ മാതൃഭൂമി ചോദിച്ചേക്കാം. കാരണം 150 വേർഡ്സിലുള്ളൊരു ഒരു ഷോർട്ട് എസ്സേ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലിസ്റ്റ് ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ന്യൂസ് പേപ്പേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ കേരള. ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ജന്മഭൂമി, വീക്ഷണം. അപ്പോൾ തേജസ് വരെ പറഞ്ഞാൽ മതി, ജനയുഗം വരെ പറഞ്ഞാൽ മതി. സിറാജും അതുപോലെ തന്നെ സുപ്രഭാതും രണ്ടും മതവിഭാഗത്തിൻ്റെ പേരിലുള്ളതാണ്. ബാക്കിയെല്ലാം ഫൗണ്ടേഷനുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ളതാണ്. റൈറ്റ് എൻ എസ്സേ ഓൺ ദി ഫോളോയിങ്, നോട്ട് എക്സീഡിങ് 4 pages. Trace the history of Malayalam journalism with special emphasis on the Christian missionary initiative in the printing and publication. അപ്പോൾ ആദ്യം ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ പബ്ലിക്കേഷൻസ് ആയിട്ടുള്ള രാജ്യസമാചാരം, ജ്ഞാനനിക്ഷേപം തുടങ്ങിയിട്ടുള്ളവയെക്കുറിച്ച് പറഞ്ഞിട്ട് മലയാള മനോരമ ഉൾപ്പെടെയുള്ള ഏർലി ജേർണലിസം അല്ലെങ്കിൽ ഏർലി മലയാളം ജേർണലിസത്തിൻ്റെ ഒരു ഹിസ്റ്ററി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ട്രേസ് ദ ഹിസ്റ്ററി ഓഫ് മലയാള മനോരമ മാത്രമായിട്ട് ചോദിച്ചിരിക്കുകയാണ്. എസ്സേ ചോദ്യം ഞാൻ പറഞ്ഞു 4 ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞതും അത്രയും ഇലാബറേറ്റ് ചെയ്ത് അത് പഠിക്കാൻ തന്നിട്ടുള്ളതിൻ്റെയും കാരണം അതിനത്രയും പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ്. മാതൃഭൂമി വാസ് ദി ചൈൽഡ് ഓഫ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് മാതൃഭൂമി ആൻഡ് അതർ മലയാളം ന്യൂസ് പേപ്പേഴ്സ് ഇൻ ദി ഫ്രീഡം സ്ട്രഗിൾ. ആദ്യം അവരൊരു ചോദ്യം മാതൃഭൂമിക്ക് മാത്രമായിട്ട് ഇട്ടു. പിന്നെ അവർക്ക് തോന്നി മാതൃഭൂമി മാത്രമായിട്ട് എന്തിനാണ് ചോദിക്കുന്നത്, ചോദിക്കുമ്പോൾ എല്ലാം കൂടി ചോദിച്ചുകൂടെ. അപ്പോൾ അവരെല്ലാത്തിലേക്കും മാറ്റി അതിനെടുത്ത് മൊത്തമാക്കിയിട്ട് ഒരൊറ്റ ചോദ്യമാക്കി മാറ്റി ഫ്രീഡം സ്ട്രഗിളിൽ മലയാളം ന്യൂസ് പേപ്പറിൻ്റെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇനി നമുക്ക് ലെജൻസിനെ നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.